അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, വലിയ പ്രയാസങ്ങളിലൂടെയും വലിയ ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ചില ആളുകൾ മനസ്സ് മടുത്തുപോകും. എന്തിനേറെ പറയണം, ജീവിതം തന്നെ മതി എന്ന ഒരവസ്ഥയിലേക്ക് ചിലരുടെ മനസ്സെത്തിപ്പോകും. എന്നാൽ ഓരോ മുസീബത്തുകളും ഓരോ പ്രയാസങ്ങളും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയുകയും ആ പരീക്ഷണത്തിൽ വിജയിക്കാനും സഹിക്കാനും ക്ഷമിക്കുവാനുമുള്ള കരുത്തും സ്ഥൈര്യവും നേടിയെടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇവിടെ നമുക്കൊരു ഹദീസ് ഇങ്ങനെ വായിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബത്തുൻ, മാമിൻ അബ്ദിൻ, ഒരു അടിമയുമില്ല, തുസീബുഹു മുസീബത്തുൻ, ആ അടിമക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുസീബത്തുകൾ പ്രയാസങ്ങൾ എത്തിപ്പെടുന്നു. അപ്പൊ പ്രയാസങ്ങൾ വരുന്ന ഒരു അടിമയും ഇല്ല. ഫയഖൂൽ, അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ അവന് പറയുകയും ചെയ്യുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് പറയുകയും എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ മുസീബത്ത് വരുന്നു, എന്നിട്ട് ഈ പ്രാർത്ഥന നടത്തുന്നു. അങ്ങനെയുള്ള ഒരു അടിമയുമില്ല. ഇല്ലാ അജറഹുല്ലാഹു ഫീ മുസീബത്തിഹി, അവന്റെ ആ മുസീബത്തിൽ അള്ളാഹു അവന് പ്രതിഫലം നൽകിയിട്ടല്ലാതെ ഇല്ല എന്ന്. അപ്പോ മുസീബത്തും പ്രയാസങ്ങളും വരുമ്പോൾ ഈ പ്രാർത്ഥന ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസത്തിന് പകരമായി അള്ളാഹു അവന് പ്രതിഫലം നൽകുന്നതാണ്. വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, ആ മുസീബത്തിനേക്കാൾ അവൻ അനുഭവിക്കുന്ന ആ ഒരു പ്രയാസം അതിനേക്കാൾ നല്ലതിനെ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു പകരം നൽകുന്നതാണ്. എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ അള്ളാഹു പകരം നൽകും എന്ന്. ഒരു മുസീബത്ത് വരുമ്പോ അതൊരു അനുഗ്രഹം നീങ്ങിപ്പോകലായിരിക്കും. അപ്പൊ ആ അനുഗ്രഹങ്ങളെക്കാൾ നല്ലൊരു അനുഗ്രഹം അള്ളാഹു അവന് പകരം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അവന്റെ പ്രിയമുള്ളവർ ശ്രദ്ധിക്കുക. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള മുസീബത്തുകൾ വരുമ്പോ ആ മുസീബത്തിനെ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയും അതിനേക്കാൾ നല്ലതിനെ, നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ അള്ളാഹു നമുക്ക് പകരം നൽകുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നിർവഹിക്കണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇനി ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് കേൾക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അള്ളാഹുവിനുള്ളതാണ്, തീർച്ചയായും നാം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി, അല്ലാഹുവേ എനിക്ക് സംഭവിച്ച മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ അല്ലാഹ്. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ നീ പകരം നൽകണേ അല്ലാഹ് എന്ന്. മാഷാ അല്ലാഹ്, വളരെ അർത്ഥവത്തായി പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ പകരം തരികയും അനുഭവിക്കുന്ന പ്രയാസത്തിന് അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന്. ഇൻഷാ അല്ലാഹ് ഈ പ്രാർത്ഥന നമുക്ക് പതിവാക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. നൽകിയ അല്ലെങ്കിൽ സംഭവിച്ച പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ. അങ്ങനെ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിന് പകരം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.